ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഏതായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഒരുപാട് നാള് നമ്മൾ കാത്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മായിയമ്മയ്ക്ക് മരുമകളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ആദർശിന് തന്റെ ഭാര്യയോടുള്ള സ്നേഹവും എല്ലാം കൊണ്ടും നല്ല ശുഭമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സീനുകളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവര് ടൂറിന് പോകാനായിട്ട്, ടൂറെന്നൊന്നും പറയണ്ട, ഹണിമൂണിന് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി കണ്ണീരൊഴുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആനന്ദ കണ്ണീര് തന്നെയാണ് കേട്ടോ. തന്റെ മരുമകളെ തനിക്ക് ഇത്രയും നാൾ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ ഈശ്വര. ഏതായാലും ഇനി എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. എത്രയും പെട്ടെന്ന് ആദർശിന്റെയും നയനിയുടെയും ഒരു കുഞ്ഞി തറവാട്ടിൽ ഓടിക്കളിച്ച് നടക്കണം, അതെനിക്ക് കാണണം, അതെനിക്ക് എന്റെ ഈശ്വരൻ കാണിച്ചു തരണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജാമുറിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ദേവയാനി. അവര് പോയ ഉടനെ തന്നെ ഏതായാലും നമ്മുടെ ദേവയാനിയുടെ പ്രാർത്ഥനയൊക്കെ ഫലിക്കുന്നുണ്ട്. പക്ഷെ അത് സ്വപ്നത്തിലാണെന്ന് മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടല്ലോ, നിങ്ങൾ ജനറൽ പ്രമോ കണ്ടു കാണുമല്ലോ, ജനറൽ പ്രമോ അല്ല സോറി, നാളത്തെ പ്രമോ കണ്ടു കാണുമല്ലോ. അപ്പൊ അതിനകത്താണെങ്കിൽ നമ്മുടെ ആ ഒരു സീനുണ്ട്, നിനക്ക് കുഞ്ഞു പിറക്കാൻ പോകുന്നു, നീ ഒരു അച്ഛനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി വളരെ സന്തോഷത്തോടു കൂടി ആദർശിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ ഒരു സീന് വെറും സ്വപ്നം മാത്രമാണ് കേട്ടോ. ആര് കാണുന്ന സ്വപ്നമാണ്? നമ്മുടെ ദേവയാനി കാണുന്ന സ്വപ്നം. ഏതായാലും നമ്മുടെ ദേവയാനി രാത്രി ഈ സ്വപ്നം കാണുന്നു. സ്വപ്നം കണ്ടിട്ട് ഞെട്ടി അങ്ങോട്ട് എണീക്കുകയാണ്. വല്ലാത്തൊരു ഞെട്ടലായി പോയി ദേവയാനിക്ക്. ദേവയാനി ഞെട്ടി അങ്ങോട്ട് എണീറ്റ ഉടനെ എന്തു പറ്റി, എന്താ തനിക്ക് പറ്റിയത്, എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ടോണ്ട് ദേവയാനി പറഞ്ഞു, അത് പിന്നെ ഞാൻ ആദർശ് എന്താ, നീ ആദർശിനെ കുറിച്ച് വല്ല സ്വപ്നവും കണ്ടോ? ദേവയാനി, നീ അവനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് കിടന്നിട്ടാ. അവരിപ്പോ ഉണ്ടല്ലോ പോയി ആഘോഷിക്കായിരിക്കും. അറിയാലോ, അവര് ഹണിമൂൺ ആഘോഷിക്കാനാ പോയത്. അത് നയനയുടെ കൂടെയാ പോയിരിക്കുന്നത്. വേറെ ആരുടെ കൂടെ പോകുന്നതിനേക്കാളും സേഫ് തന്നെയാണ് അവൻ നയനയുടെ കൂടെ പോകുന്നത്. അവനെ നല്ല രീതിയിൽ തന്നെ അവൾ കെയർ ചെയ്തോളും. പിന്നെ എന്തിനാ നീ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാ എന്റെ പേടി, അവളുടെ കൂടെ പോയതുകൊണ്ട്. അവളുടെ കൂടെ പറഞ്ഞു വിടാൻ എനിക്ക് ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, പറഞ്ഞു വിടാതിരിക്കാൻ വേറൊരു നിവർത്തി ഇല്ലല്ലോ. എന്റെ മോൻ എപ്പോഴും കരഞ്ഞു കൂവി നടക്കുകയല്ലേ, അവന് ഭാര്യ ഇല്ലാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ എന്റെ മോനെ പറഞ്ഞു വിട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ മോനെ പറഞ്ഞേ വിടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം അവളുടെ കൂടെ പോയത് കൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളത്തരം ചുമ്മാ അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പം പറയുന്നുണ്ട്, നമ്മുടെ ജയൻ പറയുന്നുണ്ട്, ദേവയാനി നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം, നിന്റെ മരുമകളെ നിന്റെ മകൻ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അവര് സ്നേഹിക്കാൻ തുടങ്ങി. ഇനി എന്തിനാണ് നമ്മൾ അതിന് തടസ്സം നിൽക്കുന്നത്? അവര് തമ്മിൽ ജീവിക്കട്ടെ, അവര് തമ്മിൽ ജീവിച്ചു തുടങ്ങട്ടെ. ഇനിയെങ്കിലും അവർക്കൊരു ജീവിതം. നിന്റെ മകന്റെ കാര്യം തന്നെ നീ ചിന്തിച്ചു നോക്ക്. നയനെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ ജന്മത്തിൽ അവന് വേണ്ട. അവൻ വിവാഹം കഴിക്കാനും പോകുന്നില്ല. ഇനി നീ ഇപ്പം നയനയുടെ അടുത്ത് നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് വന്നാലും അവൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല. വേറെ പെണ്ണിനെ വിവാഹം കഴിക്കാനും പോകുന്നില്ല. പിന്നെ എന്തിനാണ് നീ വെറുതെ എപ്പോഴും പുറകെ നടന്ന് ഇങ്ങനെ അവനെ ശല്യം ചെയ്യുന്നത്? അതിന്റെ ഒന്നും കാര്യമില്ല. നീ ഒരു ദിവസം മനസ്സിലാക്കുന്ന ദിവസം വരും, നയന ആരാണെന്നും നയന എന്താണെന്നും. നമ്മുടെ കുടുംബത്തിൽ വന്നതിൽ ഏറ്റവും നല്ലൊരു മരുമകൾ തന്നെയാണ് നയന എന്ന് നിനക്ക് മനസ്സിലാവും. പിന്നെ നീ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ അച്ഛൻ, എന്റെ അച്ഛന് ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇടനിലക്കാരനായിട്ട് നിന്ന് അത് കേട്ട് മൂന്നാമതൊരാളായിട്ട് നിന്ന് കേട്ട് പരിഹരിച്ചു കുറെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയ ഒരാളാണ് എന്റെ അച്ഛന്. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും അവരുടെ സ്വഭാവം എന്താണ്, എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ എന്റെ അച്ഛന് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു അച്ഛനാണ് നയനയെ സ്വന്തം കൊച്ചുമകളെ പോലെ സ്നേഹിക്കുന്നത്, മരുമകളായിട്ടല്ല കൊച്ചുമകളെ പോലെ സ്നേഹിക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ദേവയാനി ഇനി നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഓ പിന്നെ എന്ത് മനസ്സിലാക്കാനാ എന്റെ പൊന്നു ജയേട്ടൻ ഒരു കാര്യം ചെയ്യ്, കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞാൻ ഒരു സ്വപ്നം കണ്ടുപോയി, അതിനിപ്പോ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞപ്പം ജയൻ പറഞ്ഞു, ഏതായാലും ഞാൻ കിടന്നുറങ്ങാൻ പോവാ, ഇനിയെങ്കിലും നീ വേറെ സ്വപ്നം ഒന്നും കാണാൻ ദുർസ്വപ്നം ഒന്നും കാണാൻ നീ പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. അപ്പൊ ഏതായാലും നമ്മുടെ ദേവയാനി പറയാണ് കേട്ടോ, എന്റെ ഈശ്വര, ഞാൻ വിചാരിച്ച കാര്യം, ഞാൻ സ്വപ്നം കണ്ട കാര്യം അത് യാഥാർത്ഥ്യമാകണം എന്റെ അയ്യപ്പ. നീ ഇത്രയൊക്കെ ആക്കിയില്ലേ, നീ ഇത്രയൊക്കെ എന്നെ മനസ്സിലാക്കിപ്പിച്ച് തന്നില്ലേ എന്റെ നയനമോൾ ആരാണ് എന്നൊക്കെ. അപ്പൊ ആ അയ്യപ്പൻ തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ, ഈ കുടുംബത്തിൽ ആദർശിന്റെയും നയനിമോളുടെ ഒരു കുഞ്ഞ് ഓടിക്കളിച്ച് നടക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തരണം. ഞാൻ കണ്ട സ്വപ്നം അത് ഫലിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ നയനയുടെയും ആദർശിന്റെയും ഫസ്റ്റ് നൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവർക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ടായിട്ടില്ല, കുറെ നൈറ്റുകൾ കടന്നു പോയെങ്കിലും അത് ഫസ്റ്റ് നൈറ്റിൽ പെടുത്താൻ പറ്റില്ലല്ലോ.
അപ്പൊ അങ്ങനെ നമ്മുടെ ആദർശും നയനയും റൂമിനകത്ത് ഇരിക്കുകയാണ്. അവരൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ചെന്ന ഉടനെ തന്നെ നമ്മുടെ നയന അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ആദർശ് പറയുകയാണ്, ഇനി സമയം കളയാനൊന്നും ഞാനില്ല. നമ്മൾ തമ്മിൽ ഒരുപാട് അകന്ന് ജീവിച്ച സമയങ്ങളുണ്ട്. പക്ഷെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നത് വിവാഹത്തിന്റെ അന്ന് തന്നെയാണ് ഉണ്ടാകുക. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് കാരണക്കാരി ഒരു തരത്തിൽ എൻ്റെ അമ്മയൊക്കെ ആയിരിക്കാം. പക്ഷെ നീ അമ്മയോട് ദേഷ്യം ഇതുവരെ കാണിച്ചിട്ടില്ലെന്നും എനിക്കറിയാന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ അമ്മയോട് ദേഷ്യം കാണിക്കില്ല. എനിക്ക് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ ആദർശേട്ടാ. അമ്മ എന്ന് പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിക്കുന്നു അന്നാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ നോക്കിയിരുന്നത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നിനോടും എനിക്ക് വലിയൊരു താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. എന്ന് എന്നെ അമ്മ സ്നേഹിക്കുന്നുമോ, എന്ന് എൻ്റെ അമ്മ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നു, അന്ന് മാത്രം മതി നമുക്കൊരു ജീവിതം എന്ന് ഞാൻ വിചാരിച്ചിരുന്നാണെന്ന് പറയുമ്പോൾ ഇനി അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. അമ്മ നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ആരൊക്കെ അത് സമ്മതിച്ചില്ലെങ്കിലും എനിക്കറിയാം എൻ്റെ അമ്മയെ. ഇപ്പം നിന്റെ കൂടെ എൻ്റെ അമ്മ വിടണമെങ്കിൽ നമുക്കിപ്പോ ഒരു ഹണിമൂൺ, ഇപ്പൊ അമ്മ തന്നെയാണ് ഒരു ഹണിമൂൺ പാക്കേജ് പോലെ തന്നിരിക്കുന്നത്. അന്ന് രാവിലെ അമ്മ ചായ കൊണ്ട് തരുന്നു. ഏതായാലും എന്നോടുള്ള സ്നേഹം തന്നെയാണ് നിന്നോടും ഇപ്പൊ കാണിക്കുന്നത്. പതിയെ അമ്മ മാറിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഞാൻ മല ചവിട്ടിയതിന്റെ ഗുണം തന്നെ ആയിരിക്കാം വീട്ടിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചത് നീയും അമ്മയും ഒന്നിക്കാൻ വേണ്ടിയാ. അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അഭിമാത്രമല്ലേ ഇങ്ങനെ ആയി പോയുള്ളൂ. ഏതായാലും ഇനി എനിക്ക് സമയം കളയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഇതുപോലെ ചേർന്നിരുന്ന് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു ലവ് സീനൊക്കെ കാണിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ എല്ലാ അർത്ഥത്തിലും അവരൊന്നാവുകയാണ്. നയനയും ആദർശും എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരാകുന്ന ഒരു സീനൊക്കെ തന്നെയാണ് നമ്മൾ നാളെ കാണുന്നത്. ഏതായാലും ഇവിടെ ഒരാൾക്ക് ഭയങ്കര വേദന തുടങ്ങി, വേറെ ആർക്കും അല്ല, അനാമികയ്ക്ക്. തനിക്ക് കിട്ടുന്നില്ലല്ലോ ഈ സൗകര്യങ്ങളൊന്നും, തനിക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ, തന്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുറുമുറുത്ത് നടന്നിട്ട് നേരെ രേവതിനെ വിളിക്കുകയാണ്. രേവതിനെ വിളിച്ചപ്പോഴത്തേക്കും എന്താ മോളേന്ന് ചോദിച്ചു രേവതി എന്താ മോളേന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ നമുക്ക് കേൾക്കണോ, ഇവിടെ ഹണിമൂണിന് പോയേക്കുവാ, രണ്ടുപേര് ഹണിമൂണിന് പോയിരിക്കുന്നു. ഹണിമൂണിന് പോയെന്നോ? ആര്? നയനിയും ആദർശുവോ? പിന്നല്ലാതെ ആരാ ഹണിമൂണിന് പോകുന്നത്? എന്റെ ഭർത്താവ് എന്നെ കൊണ്ടുപോകില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. എന്റെ ഭർത്താവ് ഒരിക്കലും എന്നെ ഹണിമൂണിന് കൊണ്ടുപോയില്ല. ഇപ്പം എനിക്ക് കിട്ടാത്ത ഭാഗ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന അവക്കാ. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ സമ്മതിച്ചു കൊടുത്തത് അവളുടെ അമ്മായിയമ്മയാ. അവളെ ഏറ്റവും വെറുക്കുന്ന അവളുടെ അമ്മായിയമ്മ, എന്നെ സ്നേഹിക്കുന്ന എന്റെ വല്യമ്മയാന്ന് പറഞ്ഞ നടക്കുന്ന ആ സ്ത്രീ അന്ന് ചത്തുപോകുമായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. ഇതിപ്പോ എനിക്കിവിടെ ഒരു സ്ഥാനമില്ലാത്തൊരവസ്ഥയായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, മോളെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോഷം തന്നെയാണ്. പക്ഷെ മറ്റൊരു തരത്തിൽ ഇത് നമുക്ക് ഉപകാരമാക്കി എടുക്കണം. നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ആവശ്യം അവിടെ പറയ. ഈ ഒരു സമയത്ത് അവർക്ക് ഹണിമൂണിന് പോകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് നിന്നെ ഹണിമൂണിന് കൊണ്ടുപോക്കൂടാ? അത് നീ അവിടെ ആവശ്യപ്പെടാൻ പറയുമ്പോഴത്തേക്കും എനിക്ക് അവന്റെ കൂടെ ഹണിമൂണിന് പോകാനൊന്നും താല്പര്യമില്ല. ബെസ്റ്റ് ഹണിമൂണിന് പോകാൻ പറ്റിയ ആളാണല്ലോ അവന്റെ കൂടെ ഹണിമൂണിനും കൂടെ ഇനി പോയി കൊടുത്താൽ മതി. എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം മോളെ നീ അങ്ങനെ പറയരുത്. കാരണം നീ ഹണിമൂണിന് പോയില്ലെങ്കിൽ അവിടെ നഷ്ടമാകാൻ പോകുന്നത് നിനക്ക് തന്നെയാ. നിനക്കാ എല്ലാം നഷ്ടമാകുന്നത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ ഒരു പ്രശ്നം അവിടെ എടുത്ത് ഇടണം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അനാമി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ജാനകി വരുന്നുണ്ട്. മോക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എന്തു പറ്റാനാമേ, എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളാണല്ലോ ഒരു നിലയും വിലയും ഇല്ലാതെ വലിഞ്ഞു കയറി വന്നവർക്ക് കിട്ടുന്നത്. അതോർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പം മോള് സങ്കടപ്പെടുവൊന്നും വേണ്ട. മോൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മോൾക്ക് അനിയൻ കൂട്ടി ഹണിമൂണിന് പോകണം. അതുപോലെ അത് ഞാൻ സാധിച്ചു തന്നാ പോരെ? എങ്ങനെ സാധിക്കാനാ? എന്നെ ഹണിമൂണിന് കൊണ്ടുപോകാനല്ലല്ലോ അവന് താല്പര്യം. അവന് ഹണിമൂണിന് കൊണ്ടുപോകാൻ താല്പര്യം ആ മറ്റവളെയല്ലേ, ആ മൊട്ടച്ചീനെ. അവളെ ആയിട്ടാണെങ്കിൽ ഇപ്പൊ അവൻ ഹണിമൂണിനല്ല, ഇപ്പൊ അവൻ ലോകമെമ്പാടും കിടന്ന് കറങ്ങിയനെ. ഞാനിപ്പോ ഒരു ശല്യമായിട്ടാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ അമ്മേ തോന്നുന്നത്. സത്യമായിട്ടും എനിക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ മോള് ഈ വീട്ടിൽ നിന്ന് പോകരുത്. മോള് ഈ വീട്ടിൽ നിന്ന് പോയാല് തോറ്റുപോയ പോലെ ആയി പോകും. ഏതായാലും അവള് മിടുക്കിയ. അവള് വളച്ചെടുത്തത് ആരെയാന്നറിയാമോ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളെയാ. നമ്മുടെയൊക്കെ ഏടത്തിനെ, നിന്റെ വല്യമ്മേനെ അങ്ങനെ വളച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒടിച്ചു കൊടുക്കേണ്ടത് ആർക്കാ ആവശ്യമാ ഒടിച്ചു കൊടുക്കേണ്ടത്? നമ്മുടെ ആവശ്യമാണ്. അപ്പം ഈ വളഞ്ഞിരിക്കുന്നത് അങ്ങ് ഒട്ടിച്ചു കളഞ്ഞേക്കണം. അപ്പൊ പിന്നെ ഒരിക്കലും നയനെ ദേവയാനി സ്നേഹിക്കാൻ പോകുന്നില്ല. ദേവയാനി നല്ല ഏടത്തി സ്നേഹിക്കാൻ പോകുന്നില്ല. നമ്മൾ അതിനുള്ള കാര്യങ്ങളാ ചെയ്യേണ്ടത്. ഏടത്തിയും കൂടെ അവളുടെ പക്ഷം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അതല്ലേ ജാനകി നല്ലത്? അതുകൊണ്ട് ആ വളഞ്ഞിരിക്കുന്നത് ഒടിച്ചങ്ങ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നീ എന്താ ജലജ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
അല്ല അനാമിക മോൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നിങ്ങനെ ജലജ ചോദിച്ചപ്പോ അനാമിക പറഞ്ഞു, അത് പിന്നെ എനിക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല. അതെന്താണെന്നൊക്കെ പതുക്കെ ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ഞാൻ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഒരിക്കലും എന്റെ മരുമകളെയും അതുപോലെ തന്നെ ഏടത്തിയുടെ മരുമകളെയും ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. കാരണം അർഹിക്കാത്തവരാണ് ഇപ്പൊ ഇവിടെ സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നയനയാണെങ്കിൽ ഇനിയിപ്പോ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നവ്യ ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, കുഞ്ഞിനെ തൊട്ട് കളിക്കരുത്, അത് അഭിയുടെ കുഞ്ഞല്ലേ. നീ മുത്തശ്ശിയാകാൻ പോവല്ലേ ജലജ, നീ അപ്പം അത് വിട്ട് പിടി. കാരണം എന്തുകൊണ്ടും ന്യായത്തിന്റെ വശത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇതിപ്പോ ഏടത്തി അറിഞ്ഞാലും നിന്നോട് പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ. നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന അഭിയുടെ കുഞ്ഞാണ്. അപ്പൊ അതിന്റെ ആ ഒരു സ്നേഹം നീ പ്രകടമാക്കുക തന്നെ വേണ്ടേന്ന് പറയുമ്പോ എന്ത് സ്നേഹമാ പ്രകടമാക്കേണ്ടത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നന്ദുവിന്റെ വക അല്ല അനിയുടെ വക നന്ദുവിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് പിറന്നാല് സഹിക്കുവോ? പറ്റുവോ? ജാനകിക്ക് ഇത് പറ്റുവോ? പിന്നെയല്ലേ എനിക്ക് പറ്റില്ല, എനിക്ക് ഒരിക്കലും ഇത് പറ്റില്ല, എനിക്കിതിന് സാധ്യമല്ല, എനിക്കിതിന് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെ അവള് പ്രസവിക്കുകയാണെങ്കിൽ വല്ല അമ്മ തൊട്ടിലും കൊണ്ടാക്കട്ടെ, അല്ലാതെ ഒരിക്കലും അഭിയുടെ കുഞ്ഞായിട്ട് അത് വളരുന്നത് ഞാൻ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ കലിയെടുത്ത് തുള്ളിച്ചാടി പോവുകയാണ് കേട്ടോ. അപ്പൊ ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ മുത്തശ്ശിയുടെ സീനുകളൊക്കെ ഓർമ്മ കാണിക്കുന്നുണ്ട് നാളെ. മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാകുകയാണ്. ദേവയാനിയോട് പറയുന്നുണ്ട്, നീ ചെയ്ത കാര്യം നല്ലതാണ് മോളെ, എത്രയാണെങ്കിലും നീ ചെയ്യേണ്ട കാര്യം തന്നെയാണ് നീ ചെയ്തത്, അതിനേതായാലും നിന്നെ ഞങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാന് എന്റെ മരുമകളെ ഓർത്തിട്ടൊന്നുമല്ല, ഞാൻ എന്റെ മകനെ ഓർത്തിട്ടാ എന്ന് അവിടെയും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവയാനി. അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. രാവിലെ 7:30 നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.